ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫോൺ എവിടെയെങ്കിലേക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സോ അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ നമുക്ക് വന്ന കോള് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യും. അപ്പോൾ അവർ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരാരാണ് ആ കോള് വിളിച്ച് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ ഫോണൊന്ന് എടുക്കും. എന്നാൽ നമുക്ക് നമ്മുടെ ആര് വിളിച്ചാലും, ഇപ്പോൾ ആര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ആര് വിളിച്ചാലും നമ്മുടെ ഫോണ് ഒരാൾക്ക് പോലും ആ കോൾ എടുക്കാൻ പറ്റില്ല. ആ കോള് വിളിക്കുന്ന വ്യക്തി ആരാന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതങ്ങനെ ആപ്പ് ലോക്ക് ഇട്ട് വെക്കാം. നോർമലി നമ്മുടെ ഫോണിൽ ആപ്പുകളുണ്ട്, പക്ഷേ ആ ആപ്പിലായാലും നമ്മൾ കോൾ ചെയ്യുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ഈ ആപ്പിലോ നമ്മൾ ആരെ വിളിക്കുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ലോക്ക് തുറന്നാൽ മാത്രമേ അറിയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഇനി മുതൽ നമുക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ പിൻ നമ്പർ അടിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ കോൾ ആരെ വിളിക്കുന്നതെന്ന് പോലും കാണാൻ പറ്റുള്ളൂ. ഇത് ഉപകാരപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോണൊക്കെ വീട്ടിൽ വെച്ചിട്ട് അറിയാതൊക്കെ വീട്ടിൽ വെച്ച് പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഇങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് കോളൊക്കെ വരുമ്പോൾ ഇത് നന്നായിട്ട് ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വരും. ഇവിടെ ഇൻകമിങ് കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ നമ്മൾ എനേബിൾ ആക്കി കൊടുക്കണം. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. എനേബിൾ ആക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പെർമിഷൻ സെറ്റിങ്സ് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റിങ്സിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്കാവും അത് പോവുക. ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബാക്കോട്ട് വരിക. ബാക്കോട്ട് വന്നിട്ട് നമ്മൾ ഒന്നുകൂടിയും ആദ്യം മുതൽ ഒന്നുകൂടി നമ്മളതൊന്ന് എനേബിൾ ആക്കി കൊടുക്കണം. നമ്മൾ സെക്കൻഡ് പ്രാവശ്യം എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 5 ഓപ്ഷൻ വരും. ഈ 5 ഓപ്ഷനിൽ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതിൽ 1 പാറ്റേൺ പറയുന്നുണ്ട്, അതുപോലെ തന്നെ 2 അക്ക നമ്പറും പറയുന്നുണ്ട്, 4 അക്ക പിൻ നമ്പറും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബട്ടൺ മോഡും ഉണ്ട്, കോളിൻ്റെ ബട്ടണും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്കിതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് കോളിൻ്റെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോക്ക് ഇട്ടിട്ടുണ്ടെന്ന് ഒരാൾ പോലും അറിയരുത്. അപ്പോൾ അത് നമ്മുടെ ഫോണിൻ്റെ എററാന്ന് വിചാരിക്കണം എല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കോൾ ബട്ടൺ എടുക്കുക, അല്ലെങ്കിൽ ബട്ടൺ മോഡ് എടുക്കുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയുന്ന അതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കോൾ ബട്ടൺ മോഡ് എടുക്കുകയാണ്. ഈ കോൾ ബട്ടൺ മോഡ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ഇവർ പറയുന്നത് നമുക്ക് ഇതിൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്കിതിൽ ഏരോ ക്ലിക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റൗണ്ട് കാണാം, ഈ പച്ച കളറിൽ റൗണ്ടുള്ള കൊടുത്ത് 4 സൈഡിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏരോ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പിച്ചാൽ ആ സൈഡിക്ക് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ വലത്തെ സൈഡിക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യാണ്. അതുപോലെ തന്നെ വലത്തെ സൈഡിക്ക് ഒരു പ്രാവശ്യം കൂടിയും പ്രസ് ചെയ്യാണ് പെട്ടെന്ന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടിയും അത് ആഡ് ചെയ്യുന്നുണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വലത്തോട്ട് മാത്രമേ ഉള്ളൂ ഞാൻ പ്രസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, വലത്തോട്ടോ ഇടത്തോട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിലായിട്ട് അത് കൺഫേം പോലെ എൻ്റെ ഏരോ വരും. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവർ നമുക്ക് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആൻസർ കോൾ കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ടോ, നമ്മൾ കോൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും വരിക. ജസ്റ്റ് ഇങ്ങനെ ഞാൻ ആ ലോക്ക് ഇട്ട ഇത് മാത്രം ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ വേറൊരു ഫോണിൽ നിന്ന് ഞാൻ ഈ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യാണ്. ഞാൻ ആപ്പ് ക്ലോസ് ചെയ്തു. ആപ്പ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇനി വേറെ ഫോണിൽ നിന്ന് എൻ്റെ ഈ ഫോണിലേക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ വേറെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരിക. ഇവിടെ ഈ വരുന്ന സമയത്ത് നമുക്ക് ഈ ഹോം പേജൊക്കെ നമുക്ക് അതിൽ സെറ്റിങ്സിൽ പോയി മാറ്റാൻ പറ്റും. ഇനി നമ്മൾ പാറ്റേൺ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പാറ്റേൺ തൊട്ടാൽ മാത്രമാണ് ഇതിൽ ഓപ്പൺ ആവുള്ളൂ. അല്ലാതെ ഇത് ഓപ്ഷൻ കോൾ എടുക്കാനുള്ള വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. കണ്ടോ, ഇതാണിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ലാപ്പ് ലോക്ക്. അപ്പോൾ ആ ലോക്ക് തുറന്നാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കിതിന് അതിൻ്റെ വാൾപേപ്പറൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ സെറ്റിങ്സും കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലാംഗ്വേജ് മാറ്റാം. അതുപോലെ തന്നെ പല ഓപ്ഷനും ഇതിലുണ്ട്.
ഇനി നമുക്കിതിൻ്റെ വാൾപേപ്പർ മാറ്റാൻ പറ്റും. നമ്മളിപ്പോൾ ഇൻകമിങ് കോളിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറല്ലേ കണ്ടിരുന്നത്. അപ്പോൾ ആ കളർ മാറ്റിയിട്ട് നമുക്കിതിൽ വേറെ ഏത് കളർ വേണമെങ്കിലും വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈ ആൽബംസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും വെക്കാം. അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത് എനേബിൾ ആക്കി ഇടുക. ജസ്റ്റ് ഇത് മിനിമൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആര് വിളിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുക വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.